നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം കന്നി രാശിക്കാർക്ക്, അതായത് കന്നിക്കൂറുകാർക്ക് എങ്ങനെയിരിക്കും, എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, ഇനി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഏതെല്ലാം ക്ഷേത്ര ദർശനം നടത്തണം, പൂജകൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യമായി നമുക്ക് രാശിചക്രം ഒന്ന് നോക്കാം. അതായത് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ മാറ്റവും. ശനിയുടെ മാറ്റം എന്ന് പറയുന്നത്, ശനി ഇപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ 29/3/2025 മുതൽ ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക്, അതായത് കന്നി രാശിക്കാരുടെ 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കണ്ടക ശനി വരും. അതായത് ഇണയ്ക്കോ തുണയ്ക്കോ ഒക്കെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാം. മാർഗങ്ങളെല്ലാം തടസ്സപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാൽ പോലും കുംഭൻ രാശിയിൽ ശനി നിന്നിരുന്ന അത്രയും ബുദ്ധിമുട്ടുകൾ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുണ്ടാവുകയില്ല. കഴിയുന്നതും ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുക, ശ്രീരാമജയ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ടക ശനി കൊണ്ട് വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറി കിട്ടും. പിന്നീടുള്ളത് വ്യാഴത്തിൻ്റെ മാറ്റമാണ്. വ്യാഴം ഇപ്പോൾ 9-ൽ ഇഷ്ടസ്ഥാനത്ത്, അതായത് ദൈവാധീന സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം 9-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിലേക്ക് മാറുന്നു. 10-ലെ വ്യാഴം അല്പം അലച്ചിലൊക്കെയാണ്. എത്ര പൈസ കിട്ടിയാലും പൈസ പോകുന്ന വഴി അറിയാതെ പോകും. അല്പം സാമ്പത്തിക നഷ്ടമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കൊടുത്ത പണം തിരിച്ച് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വ്യാഴ പ്രീതി വരുത്തുന്നതിനായി വ്യാഴാഴ്ചകളിൽ വ്രതം എടുക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, വൈഷ്ണവ ഗന്ധർവ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത്, വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തുന്നതൊക്കെ, അതുപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത്, തുളസിമാല സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഭാഗ്യസൂക്താർച്ചനയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗുണഫലങ്ങൾ വർദ്ധിക്കും. പിന്നെയുള്ളത് അത് മെയ് 14/5/2025 രാത്രിയിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്നത്. അപ്പോൾ അത് 15-ാം തീയതി മുതൽ അനുഭവത്തിൽ വരും. പിന്നെ ഉള്ള പെട്ടെന്നുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് 18/5/2025 രാഹു കേതുക്കൾ മാറുന്നു. അത് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വന്തം രാശിയിൽ നിന്നും കേതു ശിരസിൽ നിൽക്കുന്നത് അടുത്ത പുറകിലേക്ക് 12-ാം ഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. ശിരസിൽ കേതു നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അബദ്ധവും കഷ്ടത നിറഞ്ഞതുമായിരുന്നുവെങ്കിൽ മെയ് 18 മുതൽ ഒരു മാറ്റം വരും. മാർഗസ്ഥാനത്ത് രാഹു നിന്നിരുന്നുകൊണ്ട് എപ്പോഴും ഇണയ്ക്കും ഇണയുമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ മുഴുവിപ്പിക്കാൻ പറ്റാതെ വരും. അങ്ങനെ കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അല്പം ആശ്വാസത്തിൻ്റെ ഒരു മേഖലയിലേക്കാണ് കടന്നു പോകുന്നത്. ഏറ്റവും നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. രാഹുകേതുക്കളുടെ മാറ്റം കന്നി രാശിക്കാർക്ക് ഗുണഫലങ്ങളാണ് നൽകുന്നത്. പിന്നെ സൂര്യൻ 2 രാശിയിലായിട്ടാണ് ജനുവരിയിൽ ധനുവിലും മകരത്തിലുമായിട്ട്, ഫെബ്രുവരിയിൽ മകരത്തിലും കുംഭത്തിലുമായിട്ട്, അതുപോലെ തന്നെ മാർച്ചിൽ കുംഭത്തിലും മീനത്തിലുമായിട്ട്, ഏപ്രിൽ മീനത്തിൽ മേടത്തിലുമായിട്ട്, ഇങ്ങനെ 12 മാസത്തിൽ 12 രാശിയിലുമായി, അതായത് ഒരു രാശിയിലല്ലാതെ 2 രാശിയിലായിട്ടായിരിക്കും സൂര്യൻ്റെ സഞ്ചാരം. സൂര്യൻ ഒരു മാസക്കാലത്തോളം നിൽക്കുമ്പോൾ പകുതി സമയം അനുകൂലമാണെങ്കിൽ പകുതി സമയം അല്പം. അപ്പം എന്ത് തന്നെ വന്നാലും സൂര്യൻ്റെ രാശിമാറ്റമൊക്കെ വരുമ്പോൾ സൂര്യൻ എപ്പോഴും നമുക്ക് അനുഗ്രഹം തരുന്ന അതുകൊണ്ട് സൂര്യഭഗവാനെ ഏത് രാശിക്കാരും പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. ഉണർന്നാൽ ഉടനെ തന്നെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത്, അതുപോലെ തന്നെ സൂര്യനെ ഏറ്റവും മനസ്സറിഞ്ഞ് ഗോൾഡൻ സൺറൈസ് ഉദയ സൂര്യനെ നോക്കി ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്നു. ഉദിച്ചാൽ ഉടനെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നത്, സൂര്യഗായത്രിയൊക്കെ ജപിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും.
പിന്നെ ബുധന്റെ രാശിമാറ്റം, രാശിയാധിപനായ ബുധന്റെ രാശിമാറ്റം ഒക്കെ വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലേക്ക്, അതായത് കുറച്ച് ദിവസം മാത്രമാണ് ബുധന്റെയൊക്കെ രാശിമാറ്റം വരുന്നത്. വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്ക്, ധനുവിൽ നിന്നും മകരത്തിലേക്ക്, അങ്ങനെ വളരെ കുറച്ച് സഞ്ചാരക്രമമുള്ള ബുധന്റെ രാശിമാറ്റവും കുറച്ചും കൂടി ഉള്ള ശുക്രന്റെ രാശിമാറ്റവും, ശുക്രൻ ഏറ്റവും അതിൻ്റെ ഉച്ചസ്ഥായിയായ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെയാണ് ജനുവരി മാസത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മാറി മാറി വരും. എന്നിരുന്നാലും അനുകൂല ഫലങ്ങൾ തന്നെ ശുക്രനെ കൊണ്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഗ്രഹങ്ങളുടെയും അനുകൂല ഗുണം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ദോഷങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനകളോടെയും കർമ്മങ്ങളിലൂടെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഇവർക്കായി കാത്തിവച്ചിരിക്കുന്നതെന്ന് നമുക്ക്. കുടുംബത്തിൽ ഒരു സമാധാനം, കുടുംബജന സൗഖ്യവും സജ്ജന പ്രീതിയും, അതായത് സ്വജനങ്ങളുമായിട്ടൊക്കെ അതുപോലെ നല്ല ജനങ്ങളുമായിട്ടൊക്കെ സത്സംഗങ്ങളൊക്കെ നടത്തുകയും അവരുടെയൊക്കെ ഒരു പ്രീതി പിടിച്ചു പറ്റുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അല്പസ്ഥാനചലനവും മനക്ലേശവും ഒക്കെ വരും. എന്നിരുന്നാൽ പോലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ആത്മാർത്ഥമായി ശ്രമം നടത്തുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യം നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് ചില മംഗളകർമ്മങ്ങൾ, ചില സത്യനാരായണ പൂജയോ അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യ പൂജകളൊക്കെ വെള്ളിയാഴ്ചകളിൽ എല്ലാവരും ചേർന്നിരുന്ന ഐശ്വര്യ പൂജയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വളർച്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചില വിഘ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറിയിട്ട് ഒരു ഐക്യതയിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കണ്ടകശനി കാലമായാൽ പോലും ലക്ഷ്മി നാരായണ പൂജയും ഉമാമഹേശ്വര പൂജയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ദാമ്പത്യത്തിലുണ്ടായിരുന്ന വിള്ളലുകൾ ഒരു പരിധി വരെ കുറഞ്ഞ് കിട്ടും. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു വരും. ഹൈഗ്രീവരെയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും നല്ലതാണ്. സരസ്വതി ദേവിക്ക്, അതായത് വിദ്യാരംഭം പോലെയുള്ള സമയത്തിൽ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൊല്ലൂർ മൂകാംബികയിലോ അല്ലെങ്കിൽ പറവൂർ മൂകാംബികയിലോ പനച്ചിക്കാടോ ഒക്കെ ദർശനം നടത്തുന്നത് കുട്ടികളുടെ വളർച്ചയ്ക്ക്, തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് കുട്ടികളുടെ വിദ്യയുടെ ഏറ്റവും പരമോന്നതമായ വിജയം കിട്ടുന്നതിന് അതൊക്കെ സാധ്യമാവും. പിന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ആ കേതുവിൻ്റെതായ കഷ്ടതകളെല്ലാം മാറിക്കിട്ടും. സാമ്പത്തികത്തിൻ്റെ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങൾ, വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറും. വ്യാപാര വ്യവസായങ്ങളിൽ അഭിവൃദ്ധിയും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാവും. കലാരംഗത്തും കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ചെറിയ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ കിട്ടും. പലതരത്തിലുള്ള സ്ഥാനമാറ്റങ്ങളൊക്കെ വരുമ്പോഴും അത് അനുകൂല ഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ കൂട്ടർക്ക് സാധിക്കും. അത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഈ വ്യാഴത്തിൻ്റെ മാറ്റം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും വരും. 10ലേക്കാണെങ്കിൽ പോലും 9ൽ നിൽക്കുന്ന സമയത്ത് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ വ്യാഴപ്രീതി വരുത്തുന്നതോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാകും. എല്ലാ കാര്യത്തിലും വ്യാഴത്തിൻ്റെ ഒരു കടാക്ഷമുണ്ടാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ ശരിക്കും ഉദ്ദേശിച്ച രീതിയിലെല്ലാം കൊണ്ടുപോകാനായിട്ടൊരു പ്രത്യേക കഴിവ് വന്നു ചേരും. അസുഖങ്ങളൊക്കെ വരുമ്പോൾ നല്ല വിദഗ്ധ ചികിത്സ കൊണ്ടൊക്കെ രോഗാദികളിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ധർമ്മശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നത്, ഹനുമാൻ ചാലിസ ജപിക്കുന്നത്, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത്, കഴിയുന്നത്രയും ശ്രീരാമജയം എഴുതുന്നതൊക്കെ കൂടുതൽ വരാനിരിക്കുന്ന കഷ്ടതകൾ പൂർണ്ണമായി മാറി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് സഹായകമാകും. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമ എന്ന് നാളികേരം കെട്ടി ഒരു 41 ദിവസമൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് നന്മകൾ പെട്ടെന്ന് അനുഭവയോഗത്തിൽ ആവും. ദേശത്ത് ആലുവയ്ക്കടുത്തുള്ള ദേശത്ത് ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. എറണാകുളത്ത് തന്നെയുള്ള പുന്നയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുണ്ട്. ഹനുമാൻ സ്വാമി ഉപദേവതയായിരിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആ ശുചീന്ദ്രത്തെ ഹനുമാൻ സ്വാമി ഭയങ്കര വലിയ ഹനുമാൻ സ്വാമിയാണ്. കഴിയുന്നവർ അവിടെ പോയി ദർശനം നടത്തി ഭഗവാന് മാല ചാർത്തുന്നത് വളരെ വിശേഷം.
ശേഷമാണ് ശുചീന്ദ്ര ഹനുമാൻ സ്വാമിക്ക് വെണ്ണ വഴിപാടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ആലത്തിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കന്നിമൂല ഗണപതി ഭഗവാനെ തെക്ക് പടിഞ്ഞാറേ മൂലയില് സമ്പത്തിന്റെ മഹാലക്ഷ്മിയെ മടിയിൽ വെച്ചിരിക്കുന്ന ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി കന്നി രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരും. അവരുടെ ധനസ്ഥാനത്ത് മഹാലക്ഷ്മി ഇരിക്കുന്നതുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം നിത്യം ജപിക്കുന്നത്, മൂകാംബിക ദേവി ദർശനം നടത്തുന്നതൊക്കെ കൂടുതൽ ഫലം നൽകും. ബുധനാഴ്ചകളിൽ പച്ച വസ്ത്രം ധരിക്കുന്നത്, മരതകരത്നം ധരിക്കുന്നത്, അതുപോലെ തന്നെ ചെറുപയർ ദാനം ചെയ്യുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, ചെറുപയർ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത്, മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, കൊല്ലൂരായാലും പറവൂർ മൂകാംബിയായാലും അതുപോലെ തന്നെ പനച്ചിക്കാടൊക്കെ ആയാലും ദർശനം നടത്തി അമ്മയുടെ അനുഗ്രഹം, ചോറ്റാനിക്കരയിലേക്ക് ദർശനം നടത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് യോഗം നൽകും. തീർച്ചയായിട്ടും 2025 കന്നി രാശിക്കാർക്ക് ഏറ്റവും ശുഭഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.